ഹായ് ഹലോ, ഇന്ന് ജനുവരി 2. പക്ഷേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരി 2-നായിരിക്കത്തില്ല. ജനുവരി 2 എൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നേരെ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇനിയുള്ളൊരു വർഷം ഒന്ന് മിന്നിച്ച് കിട്ടണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറി. അച്ചോറിന് ഒരു 9:30 ആകുമ്പോഴേ ഡ്യൂട്ടിക്ക് പോകണ്ടു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ അവിടെ നിന്ന് പിന്നെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി വന്ന് നേരെ കുറച്ച് ചൂടോടുകൂടി രാവിലെ തന്നെ ഞാൻ ജീരക വെള്ളം കുടിക്കാറുണ്ട് വെറും വയറ്റിൽ. അപ്പോൾ അത് ഉണ്ടാക്കി. പിന്നെ കിച്ചൺ കുറച്ച് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. കാരണം ഇന്നലെ രാത്രി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കിടക്കുമ്പോഴത്തേനും അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് അതൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കിച്ചണൊന്ന് റീസെറ്റാക്കി എടുത്തു എന്ന് വേണേൽ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ നേരെ ഞാൻ ആ ജീരകമുള്ളൊന്ന് ചൂടോടുകൂടി തന്നെ കുടിച്ച്. കാരണം പാത്രമൊക്കെ ഇച്ചിരി കഴുകി വന്നപ്പോഴത്തേനും കൈയൊക്കെ നല്ല ഐസ് പോലെ ആയിരുന്നേ. ഈ ചൂടുവെള്ളത്തിൻ്റെ ഗ്ലാസ്സൊക്കെ പിടിക്കുമ്പോൾ ശരിക്കും കയ്യിലെ ചൂടൊന്നും അറിയുന്നുണ്ടായില്ല. കാരണം അത്രയ്ക്ക് മരവിച്ച് പോയി കൈയൊക്കെ. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വെച്ച ചിക്കൻ കറി കുറച്ച് ചട്ടിക്കകത്ത് ഇരിപ്പുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന്. അതങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നേരെ ഗോതമ്പ് ദോശയായിരുന്നു രാവിലെ തന്നെ ഉണ്ടാക്കിയേ. 1-2 ദോശ ഉണ്ടാക്കിയപ്പോഴത്തേനും ആ ബാറ്റർ അത്ര കറക്റ്റായില്ല. അത് ദോശ സെറ്റായില്ല. അപ്പം ഞാൻ വീണ്ടും ബാറ്റർ ഒന്നുകൂടി കുറച്ച് വെള്ളമൊക്കെ ആക്കി ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ചുട്ടെടുത്തു. പിന്നെ ചുട്ടതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ദോശയിലൊക്കെ എണ്ണ തൂവി കൊടുക്കുന്നത് സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചിലവർ ഓയിലൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഗോതമ്പ് ദോശ ചുടുന്ന സമയത്ത് നെയ്യ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കാരണം നെയ്യ് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. ചൂടോടുകൂടി ഗോതമ്പ് ദോശ കറിയൊന്നുമില്ലാതെ കഴിക്കാനും പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അച്ചോട്ടൻ രാവിലെ തന്നെ ബൈ ബൈ പറഞ്ഞു പോയി. മൂപ്പര് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതാ ഒരു നേരെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞാൻ കുറച്ച് സമയം ബാൽക്കണിയിൽ നിന്ന് മൂപ്പര് പോകുന്നതൊക്കെ നോക്കി നിന്നു. കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകുന്നു. വിളക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലെ പോലെ അമ്പലത്തിൽ വിളക്കൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ തന്നെ ചെയ്തതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതാ ലിഫ്റ്റിലാളുടെ നമുക്ക് അമ്പലത്തിൽ പോയി തരാം. കുറച്ച് ലേറ്റായിപ്പോയി. നട അടച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല. സാധാരണ 11:30 ആകുമ്പോഴേ അടക്കാറുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:45. രാവിലെ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇന്നലെ കേക്കൊക്കെ മുറിച്ച് കിടക്കുമ്പോഴത്തേനും കുറച്ച് സമയം പോയി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. അടച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വേഗം പോയി നോക്കാം. ഇവിടെ ആൾക്കാരെയൊക്കെ കണ്ട്. ഇതാ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലം തന്നെയാണ്. എൻ്റെ ചെറിയ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ അമ്പലം. അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ ആൾക്കാരെയൊക്കെ കണ്ട്. നേരെ ഇത് അമ്പലത്തിലെത്തിയപ്പോഴത്തേനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ദൈവങ്ങളും പിന്നെ പുറത്ത് കാവലുള്ള സെക്യൂരിറ്റിക്കാരനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പിന്നെ സമാധാനപരമായി അവിടെ ഇരുന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം തിരക്ക് പൊതുവെ ഉണ്ടാവാറുമില്ല. എങ്കിലും ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും പൂജയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ പൂജ ചെയ്ത് കഴിയാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. പൂജാരി ഉണ്ടായിരുന്നില്ല. പൂജാരി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോവാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മാത്രമായതുകൊണ്ട് വീട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ചന്ദനത്തിരിയും വിളക്കും ചിരാതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദനത്തിരിയും കത്തിച്ച് വിളക്കൊക്കെ കൊളുത്തി അവിടെ ഇരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ രീതിയിൽ തന്നെ ഞാൻ പൂജയൊക്കെ ചെയ്ത പൂജകളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തീപ്പെട്ടിയൊക്കെ എടുത്തിട്ടായിരുന്നു വന്നേ. ചില സമയത്ത് അവിടെ ദീപം കൊളുത്ത് വെച്ചിട്ടുണ്ടാവും, ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. അത് നമ്മളെ നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം കരുതിയിട്ട് തന്നെ വന്നു. പിന്നെ അവിടെ ബക്കറ്റിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ധാരയൊക്കെ ചെയ്ത്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടുപഠിച്ചതാണ് കേട്ടോ. ഓരോരോ ആൾക്കാർ ചെയ്യുന്നത് നോക്കിയിട്ട് പഠിച്ചതാണ്. ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊന്നു പോലും എനിക്കറിഞ്ഞുകൂടാ. നമ്മളെക്കൊണ്ട് എന്ത് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നോ അത് നമ്മൾ മനസ്സറിഞ്ഞ് തൃപ്തിയോടെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പൂജാരി ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ആരെങ്കിലും പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് പോലും പറയുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പൂജാരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ താലത്തിനകത്ത് പൈസ ഇട്ട് കുറിയും തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് നേരെ തുടങ്ങി
ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ തൊഴുതിറങ്ങി. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ ഞാൻ പോകുമ്പോൾ 2-3 ചേച്ചിമാർ മാത്രമേ ഉണ്ടായുള്ളൂ. അവർ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. തിരക്കില്ല, ആരുമില്ല ഇവിടെയുള്ള ഫാമിലിക്കാരോ അങ്ങനെയൊക്കെ ഇവിടെ അധികം തൊഴാൻ വരുന്നത് കണ്ടിട്ടുള്ളൂ. പുറത്തുനിന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വരുന്നതാണല്ലോ. അപ്പോൾ സുഖമായിട്ട് തൊഴുത്, ആരുമില്ല, ഞാൻ മാത്രമേ അമ്പലത്തിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അകത്തും സുഖമായി തൊഴുതിറങ്ങും. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള. ഞാൻ തന്നെയേ ഉള്ളൂ. അച്ചോട്ടൻ ഡ്യൂട്ടിയിൽ പോയി. അച്ചോട്ടൻ ഇനി ലേറ്റ് ആവും രാത്രി വരാൻ. അതുകൊണ്ട് ഞാൻ തന്നെയേ ഉള്ളൂ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് കിങ്ങിണി? നേരെ ഞാൻ മേലത്തെ ഫ്ലോറിലേക്കാണ് പോയത്. ഈ ഡ്രസ്സ് എനിക്ക് റീന ചേച്ചിയും വർഷയും ആതിരേച്ചിയും കൂടി ഗിഫ്റ്റ് തന്നതാണേ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഡ്രസ്സ് ഇട്ടൊന്ന് കാണിച്ച്, അപ്പോൾ അവിടെ പോയപ്പോഴത്തേനും കിങ്ങിണി എൻ്റെ കൂടെ നേരെ താഴോട്ടേക്ക് വന്നതിന് പുറകിലൊരു കാരണമുണ്ട്. കാരണം ഇന്നലെ കേക്ക് മുറിക്കുമ്പോഴത്തേനും മൂപ്പത്തി ഉറങ്ങിപ്പോയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കേക്ക് മുറിക്കാൻ കൂടെ കൂട്ടിയില്ല എന്നും പറഞ്ഞ് രാവിലെ മുതലേ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കേക്ക് മൊത്തമൊന്ന് കഴിച്ച് തീർത്തിട്ടുണ്ടായില്ല. അപ്പം അത് വന്ന് കൈയോടുകൂടി കട്ട് ചെയ്ത്, പക്ഷേ മൂപ്പർക്ക് കഴിക്കാനൊന്നും വേണ്ട, അത് കട്ട് ചെയ്ത് കളിക്കാനായിരുന്നു. എന്നിട്ട് അങ്ങനെ അതൊക്കെ കുറച്ച് സമയം കട്ട് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി വന്ന് കിച്ചണിലോട്ട് ഫുഡ് ഉണ്ടാക്കാൻ കയറി. പിന്നെ കിങ്ങിണിക്ക് ഓരോരോ സംശയങ്ങളായിരുന്നേ. എന്താ ഇവിടെ ഗ്ലാസ് വെച്ചേ, ഇതാരാ വെച്ചേ, ഇതെന്തിനാ എടുത്തേ, ഇതിലാരാ ജ്യൂസ് കുടിച്ചേ. അപ്പോൾ ജ്യൂസ് ഗ്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അവിടെ കുറച്ച് ഗ്ലാസ് കഴുകി വെച്ചായിരുന്നു. ഇന്നലെ രാത്രി പായസം കുടിച്ചിട്ടുള്ളത് കഴുകി അവിടെ അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ എന്താ കുടിച്ചേ, അപ്പോൾ ജ്യൂസല്ല കാപ്പിയാണെന്ന് അവൾ സ്വയം അത് പറഞ്ഞ് വരുത്തി തീർത്തു. കാരണം അവളെ കയ്യിലൊരു ജ്യൂസ് ഉണ്ട്, മാംഗോയുടെ ഒരു ചെറിയ ബോട്ടിൽ ജ്യൂസ് അവളെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അവൾ കുടിക്കുന്നതാണ് ജ്യൂസ്, ബാക്കി എല്ലാവരും കുടിച്ചത് കാപ്പി എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ദോശയൊക്കെ കഴിച്ച്. അപ്പോൾ അച്ചോട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്, വേഗം ഫുഡ് റെഡി ആയിക്കോ, ഒരു 10 മിനിറ്റത്തെ ബ്രേക്കിന് വരുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പായസം കൂടി ഉണ്ടാക്കി, ബർത്ത്ഡേ കൂടിയാണല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി. ഇവിടെ സേമിയൊക്കെ മാത്രമേ കിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി. ലഞ്ച് ഇതാണ്, ബീട്രൂട്ട് അച്ചാറുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. കൂട്ടുകറി, നമ്മുടെ നാട്ടിൽ ഈ കറീനെ കൂട്ടുകറി എന്നാണ് പറയുക. ഇവിടെ പാലക്കാടും തൃശ്ശൂരും ഒക്കെ ആൾക്കാരുണ്ട്, അവർ ഈ കറിക്ക് പറയുന്നതോ പറയാറ്. പിന്നെ ചിക്കൻ കറിയുണ്ട്, പിന്നെ എരിശ്ശേരിയുണ്ട്, പപ്പടം, പിന്നെ പായസം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ തൊട്ടടുത്തുള്ള നമ്മളെ ഗ്രൗണ്ടിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ക്യാമറമാൻ വർഷയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. റൂമിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ച്, വേറെ ഒന്നുമല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു വെച്ചു. ഇടയ്ക്കൊന്ന് നോക്കാമല്ലോ. പിന്നെ അതിനിടയിലുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബ്രഷൊക്കെ ചെയ്ത് പിന്നെ പോയി കിടന്നു. അപ്പോൾ ബൈ.